വന്നിട്ട് മിമ്പറിൻ്റെ അടുത്ത് എത്തുമ്പോൾ മുക്കറിലിരുന്ന് വാള് വാങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അത് മുക്കറിനോട് മാത്രമുള്ള സലാമൊന്നുമല്ല, കേൾക്കണ എല്ലാവരോടുള്ള സലാമാണ്. ഉറക്ക സലാം അടക്കണം, എന്നാലേ വരും തലമുറ മടക്കുള്ളൂ. കാരണന്മാർ ഉറക്കം മടക്കണം. മറ്റൊരു അടുത്തത് കുട്ടികളൊക്കെ ഇനി കാരണന്മാരാകുമ്പോൾ മറക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഉറക്കം മടക്കി കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇമാമ് മിമ്പർമേ കയറിയിട്ട് വീണ്ടും അസ്സലാമു അലൈക്കും പറയും, ഉറക്കം അടക്കണം. അത് കഴിഞ്ഞിട്ട് ഖുത്ബയൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സ്വലാത്ത് ചെല്ലാനൊക്കെ വരും, ഒക്കെ ഉറക്ക ചെല്ലണം. ആദ്യത്തെ ഖുത്ബ കഴിയാൻ നേരത്ത് ഒരായത്തോതും, കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് കാരണന്മാരൊക്കെ എന്താ ഉറക്ക പറയണമെന്ന് പറയാൻ കാരണം നാളെ അടുത്ത തലമുറ പറയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്, നാളെ അടുത്ത തലമുറ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. അതുകൊണ്ട് അടുത്ത തലമുറക്ക് ഈ സന്ദേശം കൈമാറേണ്ടവർ നമ്മളാണ്. നമ്മൾ ഉഷാറായിട്ട് ചെയ്യണം വയസ്സന്മാർ. അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യും, കുട്ടികളെ കണ്ടിട്ട് പഠിക്കും. നമ്മൾ വെറുതെ ഒരു വർത്താനുണ്ട്, കുട്ടികളൊക്കെ മോശമാണ് എന്ന്. കുട്ടികളല്ല മോശക്കാർ, കുട്ടികളൊക്കെ നല്ലവരാ. കുട്ടികൾക്കൊരു മോശമില്ല. കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട നമ്മളാണ് മോശക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടവരെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉഷാറായിട്ട് ചെയ്യും. നമ്മളും കുട്ടികളായിട്ട് വലുതായ തന്നെയല്ലേ. നമ്മളെ കുട്ടിക്കാലത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെയാണ്.